എല്ലാവരും പ്രതീക്ഷിച്ചു, അതായത് അമേരിക്ക പറഞ്ഞ പോലെ തന്നെ സംഭവിച്ചു. ഇറാൻ ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്തു. ഇപ്പം കേരളത്തിലുള്ള പല മീഡിയയും പറഞ്ഞു ഇറാൻ ഭയങ്കരമായിട്ട് അറ്റാക്ക് ചെയ്യും, ടെക്നോളജി മാട കോട ചള്ള് ചവറ്. സോഷ്യൽ മീഡിയയിലുള്ള സംഭവം ഞാൻ കണ്ടിട്ടുണ്ട്. അതേപോലെ ഞാൻ ഇടുന്ന വീഡിയോയുടെ താഴെ വന്ന് ഇറാൻ ഫാനുകളും ഹമാസ് ഫാനുകളും എഴുതുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇറാൻ എന്താണ്, അവസാനം എന്താണ് സംഭവിച്ചത്? ഇറാൻ ഏകദേശം 400-ൽ പരം ഡ്രോൺസാണ് ഇസ്രായേലിൻ്റെ ഫോക്കസ് ചെയ്ത് വിടുന്നത്. 200-ൽ പരം ക്രൂയിസ് ബാലിസ്റ്റിക് മിസൈൽ സർഫേസ് ടു സർഫേസ്. എന്താണ് സംഭവിച്ചത്? അൾട്ടിമേറ്റ്ലി ഗൊലാൻ ഹൈറ്റിലുള്ള ഇസ്രായേലിൻ്റെ ഒരു ബേസിൽ മൈനർ അറ്റാക്ക്. ഇത് അമേരിക്കൻ ഒഫീഷ്യൽസ് ആണ് പറയുന്നത്. ന്യൂയോർക്ക് ടൈംസിന് കൊടുത്ത് അവരെ കോട്ട് ചെയ്താണ് പറഞ്ഞത്. 7 വയസ്സുള്ള ഒരു പെൺകുട്ടി ഇഞ്ചുവേർഡായി, വേറൊന്നും സംഭവിച്ചില്ല. ബാക്കിയെല്ലാം ഇസ്രായേലിൻ്റെ എയർ ഡിഫൻസ് സിസ്റ്റം, അതായത് ഡോൺ 5 അതേപോലെ തന്നെ മറ്റുള്ള എയർ ഡിഫൻസ് സിസ്റ്റം ഇതിനെ ഇൻ്റർസെപ്റ്റ് ചെയ്തു. പലതും ഇസ്രായേലിൻ്റെ ടെറിട്ടറിക്കകത്ത് കയറാൻ സമ്മതിച്ചില്ല. ഇതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, ഇറാൻ ഇത്ര മാത്രമേ ഉള്ളൂ. ഇനി അതിൻ്റെ റിട്ടാലിയേഷൻ എന്താണെന്ന് കണ്ടോണം. കാരണം ഇസ്രായേലിൻ്റെ വാർ ക്യാബിനറ്റ് ജസ്റ്റ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അതിനുശേഷം US പ്രസിഡന്റിനെ ബ്രീഫ് ചെയ്യുന്നു. അമേരിക്കയുടെ പ്രസിഡന്റ് അദ്ദേഹത്തിൻ്റെ വെക്കേഷൻ ഡെലവേറിൽ പോയ സംഭവം ക്യാൻസൽ ചെയ്ത് തിരിച്ച് അമേരിക്കയിൽ വാഷിങ്ടണിൽ തിരിച്ചു വരുന്നു. അദ്ദേഹവും ക്യാബിനറ്റ് കൂടുന്നു. എന്ത് ചെയ്യണം? എന്താണ് ഉണ്ടായത്? അതായത് ഈ ഒരു സമയത്ത് പ്രത്യേകം എടുത്തു പറയേണ്ട സമയം അമേരിക്കയുടെയും എയർ ഡിഫൻസ് സിസ്റ്റവും അതേപോലെ തന്നെ ഫൈറ്റർ എയർക്രാഫ്റ്റും ഈ ഡ്രോൺസിനെ ഫയർ ചെയ്യുന്നു, അത് ഇൻ്റർസെപ്റ്റ് ചെയ്യുന്നു. UK എയർക്രാഫ്റ്റും ഇൻ്റർസെപ്റ്റ് ചെയ്യുന്നു. ജോർദാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ്, അവരുടെ ഫൈറ്റർ എയർക്രാഫ്റ്റും ഇൻ്റർസെപ്റ്റ് ചെയ്യുന്നു. ഇതാണ് സംഭവിച്ചത്. വളരെ സിമ്പിൾ. ജോർദാൻ എന്ത് പറഞ്ഞു? അവരുടെ എയർ ബേസ് തുറന്നു കൊടുത്തു ഇസ്രായേലിന്, അവർക്ക് ഫൈറ്റ് ചെയ്യാം ഇറാനുമായിട്ട്. പല അമേരിക്കൻ എയർക്രാഫ്റ്റും ബേസ്, അതായത് ഈ ഇന്റർസെപ്റ്റ് ചെയ്തേക്കുന്ന ബേസ് എടുത്തിരിക്കുന്ന സൗദി അറേബ്യ ബേസിൽ നിന്നാണ്. നിങ്ങൾ സോഷ്യൽ മീഡിയ ട്വിറ്ററിൽ എടുത്ത് നോക്ക്. അതായത് ഹമാസും ഇറാൻ ഫാനുകളെല്ലാം സൗദിയെ തെറി വിളിക്കുകയാണ്, ജോർദാനെ തെറി വിളിക്കുന്നു. ഇതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ ഉദ്ദേശിക്കുന്നതല്ല ഇവിടെ നടക്കാൻ പോകുന്നത്. ഇറാൻ ഇത്രയേ ഉള്ളൂ, 400-ൽ പരം ഡ്രോൺസ്. ഈ ഡ്രോൺസിന്റെ സ്പീഡും പറയുന്നുണ്ട് ന്യൂയോർക്ക് ടൈംസിനകത്ത്. ഇതിന്റെ സ്പീഡ് എന്ന് പറയുന്നത് 200 കിലോമീറ്ററേ ഉള്ളൂ. ഇതിനെ പറ്റിയാണ് കേരളത്തിലെ സുഡാപ്പികളും ഇറാനിയൻ ഫാനും ഹമാസ് ഫാനുകളും പറഞ്ഞു ഭയങ്കര സംഭവമാണ് ഈ ഡ്രോൺ, ഇറാനിയൻ ഡ്രോൺ. 400 കിലോമീറ്റർ സ്പീഡ്, 200 കിലോമീറ്റർ സ്പീഡ്. ഇതിനകത്ത് 40 കിലോ ബോംബ് മാത്രമേ വെക്കാൻ സാധിക്കുകയുള്ളൂ. അതായത് ഇറാനിൽ നിന്ന് ഇത് ഫ്ലൈ ചെയ്ത് വരാൻ 2-3 മണിക്കൂർ എടുക്കും. അതാണ് 3:10 രാത്രി 3:10 അവർ അറ്റാക്ക് സ്റ്റാർട്ട് ചെയ്ത്. കാരണം ഇത് ഫ്ലൈ ചെയ്യാൻ സമയം എടുക്കും. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഈ പറയുന്ന ഇസ്രായേൽ എന്ന് പറയുന്നത് ഒരു ചെറിയ രാജ്യമാണ്. അതായത് ഖത്തറിന് എത്രയേ ഉള്ളൂ. ഈ 200ഓളം ക്രൂയിസ് മിസൈൽ സർഫേസ് ടു സർഫേസ് ഇതവിടെ വീണ് കഴിഞ്ഞ് ഇസ്രായേൽ കാണത്തില്ല. സംഭവം സിമ്പിളാണ്. അവർ ഈ ഗൊലൻ ഹൈറ്റ്സിലാണ് ഇവർ അറ്റാക്ക് നോക്കി. അതേസമയം അവരവരുടെ പ്രോക്സിയായ ഹൂത്തികളെ കൊണ്ട് യമനിൽ നിന്ന് വീണ്ടും ഇങ്ങോട്ട് അറ്റാക്ക് ചെയ്യുന്നു. 4 ഭാഗത്തു നിന്നാണ് ഇസ്രായേലിനെ ഇപ്പം അറ്റാക്ക് ചെയ്തേക്കുന്നത്. അത് ഇന്നലെ രാത്രിയിലുണ്ടായ സംഭവം. അതായത് ഒരു ഭാഗത്തുനിന്ന് യമനിൽ നിന്ന് അറ്റാക്ക് വരുന്നു, മറുഭാഗത്തുനിന്ന് സിറിയയിലുള്ള മറ്റൊരു ഇവരുടെ പ്രോക്സി ഭീകര യൂണിറ്റ് ഉണ്ട്, ഹിസ്ബുള്ള അറ്റാക്ക് ചെയ്യുന്നു. വേറെ ഇറാഖിൽ നിന്ന് ഇറാന്റെ പ്രോക്സി, അത് ഷിയ മറ്റൊരു ടെറർ ഗ്രൂപ്പ് ഉണ്ട്, അവർ അറ്റാക്ക് ചെയ്യുന്നു. 4ഓളം ഭാഗത്തു നിന്ന് അറ്റാക്ക് വന്നിട്ട് അതേപോലെ ഇറാൻ ഡയറക്റ്റ് അറ്റാക്ക് ചെയ്യുന്നു. ഇതാണ് ഞാൻ ആദ്യത്തെ വീഡിയോ മുതൽ പറയുന്നത്. ഇറാന്റെ കേപ്പബിലിറ്റി എന്ന് പറയുന്നത് ഇതേ ഉള്ളൂ. ഇതിനെയാണ് ഈ പറയുന്ന വലിയ സംഭവമായിട്ട് ഊതിപ്പെരിപ്പിച്ച് നടന്നത്. 400 ഡ്രോൺസ് ആലോചിച്ച് നോക്കുക. ഇറാനിൽ നിന്ന് വരുന്നു.
ഇതിനെ ഇന്റർസെപ്റ്റ് ചെയ്ത് 400 ഡ്രോൺസിന്റെ അകത്ത് 200 എണ്ണം പതിച്ചാൽ തന്നെ, അല്ലെങ്കിൽ 150 എണ്ണം പതിച്ചാൽ തന്നെ ഇസ്രായേലി വലിയ ഇഷ്യൂ ആണ് സംഭവം. ഇസ്രായേൽ തകർന്നു പോകും. അതേപോലെ 200ഓളം ക്രൂസ് മിസൈൽ, ബാലിസ്റ്റിക് മിസൈൽ, സർഫേസ് ടു സർഫേസ്, അതില് 20 എണ്ണം പതിച്ചാൽ ഇസ്രായേൽ തീർന്നു പോകും. ഇതെങ്കിലും മനസ്സിലാക്ക്, ഇറാൻ ഇത്രയേ ഉള്ളൂ. അതിനെയാണ് ഏറ്റവും ടെക്നോളജി വേർഷൻ വെച്ച് ഇതിനെ ഷൂട്ട് ഡൗൺ ചെയ്യുന്നത്. ഇസ്രായേലിൽ കയറാൻ സമ്മതിച്ചില്ല. പെട്ടെന്നാണ് എയർ സ്പേസ് സിറിയ അടയ്ക്കുന്നു, ജോർദാൻ ഓപ്പൺ ചെയ്ത് കൊടുത്തു ഇസ്രായേലിന്, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇറാന്റെ മുകളിൽ സൗദി ബേസ് ഉപയോഗിക്കുന്നു. അമേരിക്കയും UK രണ്ടുപേരുടെ അവരെ ഫൈറ്റർ എയർക്രാഫ്റ്റും കൂടി ഷൂട്ട് ഡൗൺ ചെയ്യുന്നു. സംഭവം വളരെ സിമ്പിൾ, ഇത്രയേ ഉള്ളൂ ഇറാൻ. ഇനി അവർ സെക്കൻഡ് അറ്റാക്ക് എങ്ങനെ ചെയ്യും? ഇത് ആദ്യത്തെ അറ്റാക്ക് കണ്ടു, ഇനി രണ്ടാമത്തെ അറ്റാക്ക് എങ്ങനെ ആയിരിക്കും? അതിനു മുമ്പ് ഇസ്രായേൽ എങ്ങനെയായിരിക്കും റിട്ടാലിയേഷൻ, ഏത് രീതിയിലായിരിക്കും ഇസ്രായേൽ അവരെ തിരിച്ച് അറ്റാക്ക് ചെയ്യുന്നത്? ഇതാണ് ലോകം നോക്കുന്നത്. അതിന് പെട്ടെന്ന് തന്നെ ഇറാൻ അവിടെ സെലിബ്രേഷൻ തുടങ്ങി, ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്തു. എന്ത് കുന്തം അറ്റാക്ക് ചെയ്തത്, എന്ത് കുന്തം അറ്റാക്ക് ചെയ്തത്? ഇതിനേക്കാളും വലിയ അറ്റാക്ക് അപ്പോഴും നടത്തിയേക്കുന്ന ഹമാസ്. അവരത് ഇടിച്ചു കയറി ഏകദേശം 1200 ഇസ്രായേലികളെ കൊന്നു. അതായത് October 7. ഇതൊരു പുല്ലും നടന്നില്ല. ഇത് മാത്രമാണ് ഞാൻ ആദ്യം മുതൽ പറയുന്നത്. ഇറാൻ എന്ന് പറയുന്നത് ചുമ്മാ പൊങ്ങച്ചവടിക്കുന്ന രാജ്യമാണ്. അവർക്ക് ഈ ടെക്നോളജി അഡ്വാൻസ്ഡ് ഒന്നും ഇല്ല. ഈ പറയുന്ന ഓരോ ഡ്രോൺസ് 200 കിലോമീറ്ററിലെ ഫ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് മണിക്കൂറുകൾ എടുക്കും ഇങ്ങോട്ട് വരാൻ. അതുകൊണ്ടാണ് ഈ 400 എണ്ണം അയച്ചിട്ട് ഒരു പുല്ലും സംഭവിച്ചില്ല. 200-ൽ പരം ക്രൂസ് മിസൈൽ അയച്ചിട്ട് അത് ഇസ്രായേലിന്റെ ബോർഡറിനകത്ത് കയറാൻ സമ്മതിക്കുന്നില്ല. സംഭവം വളരെ സിമ്പിൾ. ഇത് ആദ്യം മുതലേ പറയുമ്പോൾ പലർക്കും മനസ്സിലാകുന്നില്ല. ഇപ്പൊ ഇസ്രായേൽ എന്ന് പറയുന്നത് വൻ ശക്തിയാണ്. ഇപ്പൊ G7 രാജ്യങ്ങളുടെ പ്രതിഷേധം വരും, യൂറോപ്യൻ രാജ്യങ്ങളുടെ പ്രതിഷേധം ഓൾറെഡി വന്നു കഴിഞ്ഞ്, ജർമ്മനി പ്രൊട്ടസ്റ്റ് ചെയ്തു, അതേപോലെ തന്നെ ഫ്രാൻസ്. ഉറപ്പായിട്ടും അമേരിക്ക ഇസ്രായേലിന്റെ കൂടാണ്. എന്താണ് ഇറാന്റെ ഫോറിൻ മിനിസ്റ്റർ പറഞ്ഞ? അമേരിക്ക മാറി നിൽക്കണം, കാരണം അവർക്ക് ഭയമാണ്, ഏത് രീതിയിലും തിരിച്ചുള്ള അറ്റാക്ക് ഉണ്ടാകാം. വളരെ സിമ്പിളാണ്. ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യത്തോട് ഇപ്പൊ ഇത്രയും പേര് ഒരുമിച്ച് ഇന്നലെ രാത്രി അറ്റാക്ക് ചെയ്തിട്ട് എന്തു കുന്തമാണ് സംഭവിച്ചത്? ഇത് ഞാൻ Day 1 ഓൺവേർഡ്സ് പറയുകയാണ്. ഇപ്പൊ ആസിഡ് ടെസ്റ്റ് ആയിട്ട് തെളിഞ്ഞു, ഇറാൻ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. ഇതാണ് അവരുടെ മാക്സിമം. ഇപ്പൊ തിരിച്ചുള്ള അറ്റാക്ക് നോക്കിക്കോണം, ഏത് രീതിയിലാണ് ഇസ്രായേൽ അറ്റാക്ക് ചെയ്യുന്നത് ഇറാനെ. വളരെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ വളരെ സിമ്പിളായിട്ട് അങ്ങ് പറയുമ്പോഴേ നിങ്ങൾ മനസ്സിലാക്കണം, അതിന്റെ ഫാനുകളും മനസ്സിലാക്കണം. ഇത്രയേ ഉള്ളൂ ഇറാൻ. കാരണം 10-40 വർഷം സാങ്ഷനായിട്ട് കിടക്കുമായിരുന്നു. അവർക്കൊന്നും ഈ പറയുന്ന ടെക്നോളജി അഡ്വാൻസ്മെന്റ് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. അവർ വലിയ ഹൈപ്പോഡ് ക്രിയേറ്റ് ചെയ്തതാണ് അവരുടെ ഡ്രോൺസ്. അതിന്റെ പുല്ലാണ് ഇപ്പൊ നമ്മൾ കണ്ടത്. അത് ഉക്രൈനിൽ കൊണ്ട് റഷ്യ ഉപയോഗിച്ച പോലല്ല. ഇസ്രായേൽ ഹൈലി പ്രൊഫഷണൽ ആയിട്ടുള്ള ടെക്നോളജി അഡ്വാൻസ്മെന്റ് ഉള്ള ഒരു മിലിറ്ററി രാജ്യമാണ്. അവർക്കറിയാം, വെൽ പ്രിപ്പയർഡ് ആണ്. ഇന്നലെ ഞാനൊരു ഇന്റർവ്യൂ കണ്ടു, റോസൻബർഗ് എന്ന് പറഞ്ഞ ടൈം മാഗസിൻ്റെ ഒരു ജേർണലിസ്റ്റുമായിട്ട്, ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ. അതായത് ഇപ്രാവശ്യം ഇലക്ഷന് മുമ്പ്, കയറുന്നതിന് മുമ്പ് അദ്ദേഹം കൊടുത്ത ഇന്റർവ്യൂവിനകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഈ പ്രോക്സീസിനെ ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഇറാനാണ് ശത്രു. ഇറാനെ തകർത്തില്ല എങ്കിൽ ഒരിക്കലും ഇസ്രായേലിന് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. ഇസ്രായേൽ പ്രതീക്ഷിച്ചിരുന്നൊരു അറ്റാക്കാണ്. കാരണം അവർക്കറിയണം ഇറാൻ എന്തുമാത്രം ചെയ്യാൻ സാധിക്കും. അതിന്ന് കണ്ടു, മണിക്കൂറുകളോളം എടുത്തു. ഇപ്പോഴും അവരുടെ ഡ്രോൺസ് ഇങ്ങനെ ഫ്ലൈ ചെയ്യുക, കാരണം ഇത്രയും ദൂരെ ഇങ്ങനെ വരാനുണ്ടല്ലോ. കാര്യങ്ങളൊക്കെ വളരെ സിമ്പിളായിട്ട് പിടികിട്ടിയല്ലോ. ഇതാണ് ഇറാൻ. അതായത് ഗൊലൻ ഹൈറ്റ്സിലുള്ള ഇസ്രായേലിൻ്റെ ഒരു ആംഡ് ക്യാമ്പിൽ ചെറിയ മൈനറായിട്ടുള്ള ഡാമേജ് ഉണ്ടായി. 7 വയസ്സുള്ള ഒരു പെൺകുട്ടിക്ക് ഇഞ്ചുവേർഡായി. ഇതാണ് ഇറാനെ കൊണ്ട് വലിയ സംഭവം, നിങ്ങൾ ഊതിപ്പെരിപ്പിച്ച സംഭവം. കേരളത്തിലൊരു സാറ്റലൈറ്റ് ചാനലും പല ഡിജിറ്റൽ ചാനലും പറഞ്ഞ് ഇറാൻ ഇത്രയേ ഉള്ളൂ.
ഇതാണ് ഞാൻ പല ആവർത്തി പറഞ്ഞത്. ഈ രാജ്യങ്ങൾക്കൊന്നും വെൽ എക്യുപ്ഡ് അല്ല, കാരണം ടെക്നോളജി അഡ്വാൻസ്മെന്റ് ഇല്ല. ഇസ്രായേലുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ബഹുശൂന്യമാണ് ഈ രാജ്യങ്ങളൊക്കെ. അത് വീണ്ടും വീണ്ടും പ്രൂവ് ചെയ്തു. അതാണ് നമ്മൾ കണ്ടത്.